അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനി രണ്ടാമത്തെ ഫത്വ വായിക്കണം. ഇത് ഞാൻ പല പ്രാവശ്യം വായിച്ചതാണെങ്കിലും ഹനീഫ് കായക്കൊടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മജ്മൂൽ ഫതാവ അൽ ഇഅ്തിമാദുർ റുയത്തി വഅദമു ഇഅ്തിബാരി ഇഖ്തിലാഫിൽ മതാലി എന്നൊരു ഭാഗമുണ്ട്. അതായത് റുയത്ത്, കാഴ്ചയെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത്. ഇഖ്തിലാഫുൽ മതാലി എന്ന് പറയുന്ന വിഷയം പരിഗണനീയം അല്ല. ഓരോ നാട്ടിലെ കാഴ്ച ഉണ്ട് എന്ന് പറയുന്നവർ പറയുന്നത് എന്താണ്? ഇഖ്തിലാഫുൽ മതാലി ഉണ്ട്. മുഹമ്മദ് സാലിഹ് ഉസൈമിനും റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ഓരോ നാട്ടിനും പ്രത്യേകമായ മത്ലവ് ഉണ്ട്, ഉദയസ്ഥാന വ്യത്യാസങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് ഉദയം ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉദയം കാണൂല. അപ്പോൾ ഉദയം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമെന്നും സാധ്യതയില്ലാത്ത പ്രദേശമെന്നും വേറെ ഉണ്ട്. അതുകൊണ്ട് ഉദയ സാധ്യതയുള്ള പ്രദേശക്കാർക്ക് മാത്രമേ ആ കാഴ്ച ബാധകമാവുകയുള്ളൂ എന്ന വീക്ഷണമാണ് ഇഖ്തിലാഫുൽ മതാലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇഖ്തിലാഫിൽ മതാലി, ഇഖ്തിലാഫുൽ മതാലി എന്ന് പറയുന്ന സംഗതി പരിഗണനീയം അല്ല. അതാണ് ഈ ഫത്വയുടെ ഉള്ളടക്കം. ഇഅ്തിമാദുർ റുയത്തി വഅദമു ഇഅ്തിബാരി ഇഖ്തിലാഫിൽ മതാലി, അതാണ് വിഷയം. അസ്ആലു, ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കൈഫ യസൂമുൻ നാസു ഇദഖ്തലഫത്തിൽ മതാലി, ചന്ദ്രന്റെ ഉദയവ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്? വഹൽ യൽസമു അഹ്ലുൽ ബിലാദിൽ ബഈദ കഅംരീക വഉസ്തുറാലിയ അൻ യസൂമു അലാ റുയത്തി അഹ്ലിൽ മംലക്കത്തി, മംലക്കയിലുള്ള, അതായത് സൗദി അറേബ്യയിലുള്ള കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ വിദൂരദേശക്കാരായ അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള നാടുകളിലെ ജനങ്ങൾക്ക് നോമ്പ് നിർബന്ധമായി തീരുമോ? കാരണം ലി അന്നഹും ലാ യതറാഉനൽ ഹിലാൽ, അവരുടെ നാട്ടിൽ മാസപ്പിറവി കാണുന്നില്ല. അവർ നാട്ടിൽ കാണാതെ സൗദി അറേബ്യയിൽ കണ്ടാൽ അവർക്ക് നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. അൽ ജവാബ്, ഉത്തരം എന്താ അറിയോ? അസ്സവാബ്, ശരിയായ വീക്ഷണം ഇഅ്തിമാദുർ റുയത്തി, കാഴ്ചയെ അവലംബിക്കലാണ്. ഇഖ്തിലാഫിൽ മതാലി ഫീ ദാലിക, ആ വിഷയത്തിൽ ഇഖ്തിലാഫുൽ മതാലി പരിഗണിക്കാതിരിക്കുക എന്നതാണ് വേണ്ടത്. കാഴ്ച, ഒരു സ്ഥലത്ത് കാഴ്ച ഉണ്ടായാൽ കാഴ്ച അംഗീകരിക്കുക എന്നുള്ളതാണ് അസ്ല്. അവിടെ ഇഖ്തിലാഫുൽ മതാലി എന്നത് പരിഗണിക്കേണ്ടതല്ല. കാരണം എന്താണ്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ, റസൂലുള്ളാഹി കൽപ്പിച്ച ബിഇഅ്തിമാദിർ റുയത്തി, കാഴ്ചയെ അവലംബിക്കണമെന്നാണ്. വദാലിക ഫീമാ സഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിയായി വന്നിട്ടുണ്ട് ഹദീസ്. അൻഹു ഖാല, റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. സൂമൂ ലിറുയത്തിഹി, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക. വ അഫ്തിറു ലിറുയത്തിഹി, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. ഫൈൻ ഉമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത 30, 29 നിങ്ങൾക്ക് മേഘം മൂടിയാലോ 30 പൂർത്തിയാക്കുക. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. വ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂമു, നിങ്ങൾ നോൽക്കരുത്, ഹത്താ തറൗൽ ഹിലാൽ, നിങ്ങൾ മാസം കാണുന്നത് വരെ. ഔ തുക്മിലു അൽ ഇദ്ദ, അല്ലെങ്കിൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ 29 കഴിച്ചിട്ട് 30 പൂർത്തിയാക്കിയിട്ടല്ലാതെ നോമ്പ് തുടങ്ങരുത് എന്നാ. വൽ അഹാദീസു ഫി ഹാദൽ മഅന കസീറ, ഈ അർത്ഥത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. വലം യുശിർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല ഇഖ്തിലാഫിൽ മതാലി, ഇവിടെയൊന്നും ഇഖ്തിലാഫുൽ മതാലി പരിഗണിച്ചുകൊണ്ട് കാഴ്ച എന്ന് പറയുന്ന ഒരു ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല, അതിലേക്ക് സൂചന നൽകിയിട്ടില്ല. വഹുവ യഅലമു ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഇഖ്തിലാഫുൽ മതാലി എന്നൊരു സംഗതി ഉണ്ട് എന്ന്. അറിഞ്ഞിട്ടും നബി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. വലം യുശിർ ഇല ഇഖ്തിലാഫിൽ മതാലി വലം വഹുവ യഅലമു അലാ ദാലിക. പിന്നെ ജമ്മുൻ മിൻ അഹ്ലിൽ ഇൽമി ഇലാ അന്ന ലികുല്ലി ബലദിൻ റുയതഹും, ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ച ഉണ്ട് എന്ന് പറയുന്ന വീക്ഷണക്കാർ വേറെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇബ്നു ബാസിന്റെ അഭിപ്രായം ഒരു കാഴ്ച എല്ലാവർക്കും ബാധകമാണെന്നും അവിടെ ഇഖ്തിലാഫുൽ മതാലി എന്ന് പറയുന്ന വിഷയം പരിഗണിക്കേണ്ടതില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നിബന്ധന വ്യവസ്ഥ വെച്ചിട്ടില്ല എന്നും ആണ് വ്യക്തമായി പറയുന്നത്. ഇത്ര വ്യക്തമായി ആഗോള കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും എടുക്കാം എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതന്റെ അഭിപ്രായം ഇതൊന്നും കാണാതെ ഹനീഫ് കായക്കൊടി എന്ത് ചെയ്തു? പച്ചക്കളവ് പറഞ്ഞു. ഇബ്നു ബാസ് പ്രാദേശിക കാഴ്ചയെ പ്രോത്സാഹിപ്പിച്ച ആളാണ് എന്ന്. അപ്പൊ ഇതാണ് സംഘടന ബാധിച്ചാലുള്ള പ്രശ്നം. അതുകൊണ്ട് സംഘടനാ വണ്ടിയും വലയും എന്നൊരാൾ ഒഴിവാക്കുന്നുവോ അന്ന് മാത്രമേ ഇസ്ലാമിക ദഅവത്ത് ഇവിടെ നടക്കുന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഹനീഫ് കായക്കൊടിയുടെ വോയിസുകൾ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഫത്വയും കൂടി ഞാൻ വായിക്കാം.
അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ 2 ഫത്വകൾ നമ്മൾ വായിച്ചല്ലോ. ആ 2 ഫത്വയിൽ ഒന്നാമത്തേൽ പറയുന്നത് എന്താണ്? സൂമൂലി റുയ്യത്തി വാപ്തിറൂലി റുയ്യത്തി എന്നുള്ളത് അതിൻ്റെ സംബോധന മുസ്ലിം ഉമ്മത്തിനോട് മുഴുവനാണ്, ഏതെങ്കിലും പ്രത്യേക നാട്ടുകാരോടല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക നാട്ടുകാർക്ക് പ്രത്യേകമായ കാഴ്ചയുണ്ട് എന്ന ആശയം ശരിയല്ല എന്നുള്ളത് ഒന്നിൽ സ്ഥാപിച്ചു. രണ്ടാമത്തത്, നാടുകൾ അകലെയുള്ള നാടുകളാണെങ്കിലും ആ നാട്ടിൽ കാണുന്നില്ല, കാഴ്ച ഉണ്ടാകാതിരുന്നാലും സൗദി അറേബ്യയിലെ കാഴ്ച അനുസരിച്ച് നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ബാസിൻ്റെ മറുപടി എന്താ? കാഴ്ചയാണ് പ്രധാനം, അല്ലാതെ നാടിൻ്റെ അകലങ്ങളോ കാഴ്ച വ്യത്യാസമോ ഇഖ്തിലാഫുൽ മത്താലി ഒന്നും അല്ല വിഷയമല്ല. അങ്ങനെ ഇഖ്തിലാഫുൽ മത്താലി എന്നൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല, അതിലേക്ക് സൂചന നൽകിയിട്ടില്ല. റസൂലിന് അത് അറിയാത്തതുകൊണ്ടല്ല, അറിഞ്ഞിട്ടത് പറഞ്ഞിട്ടില്ല. ആമായ കൽപ്പനയാണ്, അതുകൊണ്ടൊരു കൽപ്പന എല്ലാവർക്കും ബാധകമാണ് എന്ന നിലക്ക് വരുമ്പോൾ ഒരു കാഴ്ച കൊണ്ട് എല്ലാവർക്കും നോമ്പും പെരുന്നാളും എന്ന ആശയമാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ മുകളിൽ കൊടുത്തിട്ടില്ല, ഞാൻ ഈ കൊടുത്തില്ല, ഈ ഫത്വ വായിച്ചു കഴിഞ്ഞാൽ അനീഫ് കായക്കൊടിയെ പോലെയുള്ള ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. കാരണം അതിൽ അദ്ദേഹം പ്രാദേശിക കാഴ്ച അനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ വളരെ വ്യക്തമാണ്. ഒരു ചോദ്യം എന്താണോ ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി ഉണ്ടാകുക. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് ആദ്യം വായിക്കാം. ഹാദാ സായിലും മിൻ ജംഹൂരിയത്തി മിസ്ർ അൽ അറബിയ. മിസ്ർ അഥവാ ഈജിപ്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യമാണ്. യഖൂലു, എന്താ ചോദ്യം? മാ മൗഖിഫു ബഅദിൽ ഇഖ്വാൻ മിൻ സിയാമി ശഹ്രി റമളാൻ. റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ ചില സഹോദരന്മാരുടെ നിലപാടുമായി ബന്ധപ്പെട്ടതാണ്. ഹൈസു തഖ്തലിഫു റുയ്യത്തു ഹിലാൽ ശഹ്രി റമളാൻ ബൈന ബലദിൻ വ ബലദിൻ ഗൈരിഹ മിൻ ബിലാദിൽ ഇസ്ലാമിയ. ഇസ്ലാമിക നാടുകൾ, ഇസ്ലാമിക ഭരണമുള്ള നാടുകളിൽ തന്നെ റമളാൻ മാസത്തിൻ്റെ കാഴ്ച വ്യത്യാസപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ നാടിനനുസരിച്ച് കാഴ്ച വ്യത്യാസപ്പെടുന്ന ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ എന്താണ് ഒരു മുസ്ലിമിൻ്റെ നിലപാടാകേണ്ടത്? അതാത് നാട്ടിലെ കാഴ്ച അനുസരിച്ച് എടുക്കണോ, അല്ലെങ്കിൽ അതിന് മുമ്പേ കണ്ടുപോയിട്ടുള്ള കാഴ്ച അനുസരിച്ച് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ജസാക്കുമുല്ലാഹി ഹൈറ സമാഅത്ത് ശൈഖ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് അസ്സവാബു. ചോദ്യത്തിൻ്റെ മറുപടി എന്താ വെച്ചാൽ അന്നലി കുല്ലി അഹ്ലി ബലദിൻ റുയ്യത്തുഹും. ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ചയുണ്ട്. കുല്ലു ബലദിൻ ലഹും റുയ്യത്തുഹും ഫൈദാ സാമ അഹ്ലു മിസ്ർ ലി റുയ്യത്തിഹിം. മിസ്റുകാരായ ഈജിപ്തുകാരായ ആളുകൾ അവരുടെ കാഴ്ച അനുസരിച്ച് നോമ്പെടുത്താൽ, വ അഹ്ലു ഷാമി ലി റുയ്യത്തിഹിം, അതുപോലെ തന്നെ ഷാമുകാരായ ആളുകൾ, സിറിയക്കാരായ ആളുകൾ അവരുടെ കാഴ്ച അനുസരിച്ച് നോമ്പെടുത്താൽ, വ അഹ്ലുൽ മഗ്രിബി ലി റുയ്യത്തിൻ, മൊറോക്കോക്കാരായ ആളുകൾ അവരുടെ കാഴ്ച അനുസരിച്ച് നോമ്പെടുത്താൽ ഫലാ ബഅസ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല, മനസ്സിലായില്ലേ? ഈ നാട്ടിലൊക്കെ കാഴ്ച അനുസരിച്ച് ഉണ്ടായാൽ ആ നാട്ടിലെ കാഴ്ച അനുസരിച്ചാണ് അവർ പോകേണ്ടത്. അല്ലാതെ ആ നാട്ടിലെ ഭരണാധികാരിയുടെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി അതിൻ്റെ അപ്പുറത്തെ രാജാവിൻ്റെയോ ഭരണാധികാരിയുടെ പ്രഖ്യാപനം അനുസരിച്ച് ഇവിടെ നോമ്പും പെരുന്നാളും ആക്കാൻ കഴിയില്ല, അത് പാടില്ല. ആ നാട്ടിലെ കാഴ്ച അനുസരിച്ചാണ് പോകേണ്ടത്, ഭരണാധികാരിയുടെ നിയമം പാലിക്കണം. അങ്ങനെ പാലിച്ചാൽ ഫലാ ബഅസ, കുഴപ്പമില്ല എന്നാ. അല്ലാതെ ഓരോ നാട്ടുകാരും അവരുടെ നാട്ടിലെ കാഴ്ച അനുസരിച്ച് പോകണം എന്നല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? തെറ്റിദ്ധരിപ്പിക്കാൻ ഉള്ള ശ്രമമാണത്. അമ്മ എന്നിട്ട് പറയൂ, ലൗ തയസ്സറ അൻ യസൂമു ലി റുയ്യത്തിൻ വാഹിദ, ഒരൊറ്റ കാഴ്ച അനുസരിച്ച് എല്ലാവർക്കും നോമ്പെടുക്കാൻ കഴിയുകയാണ് എങ്കിൽ കാന അത്യബു വ അഹ്സനു, അത് ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും നല്ലതുമായ നിലപാടാണ്. ഇതാ തയസ്സറ ദാലിക, അതിന് പറ്റുവാണെങ്കിൽ. അതായത് മൊറോക്കക്കാർക്ക് വേറെ കാഴ്ച, ഷാമുകാർക്ക് വേറെ കാഴ്ച, മിസ്രുകാർക്ക് വേറെ കാഴ്ച, ഇന്ത്യക്കാർ വേറെ കാഴ്ച, അങ്ങനെയല്ല. ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടി ഒരു ഒറ്റ കാഴ്ച കൊണ്ട് ഒരുമിച്ച് നോമ്പ് പെരുന്നാളും ആക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം എന്താ തെളിവ്? ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വാക്കാണ്, സൂമൂ ലിറുയ്യതി വഅഫ്തിറൂ ലിറുയ്യതി, കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ മുറിക്കുക. ഹാദാ, ഈ കൽപ്പന യഉമ്മുൽ ഉമ്മത കുല്ലഹാ, ഈ മുസ്ലിം ഉമ്മത്തിനെ, ലോകത്ത് മുഴുവനുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ബാധകമായ ഒരു കൽപ്പനയാകുന്നു അത്. ഫൈദാ തയസ്സറ അൻ യസൂമൂ ലിറുയ്യതി സൗദിയ മതലൻ, ഉദാഹരണത്തിന് സൗദി അറേബ്യയിലെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നോമ്പെടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഔ റുയ്യത്തി ദൗലത്തിൻ ഇസ്ലാമിയ തഹ്കുമു ബിശറഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഭരണം ശരീഅത്തനുസരിച്ച് വിധിക്കുന്ന ഒരു നാടിൻ്റെ കാഴ്ച അനുസരിച്ച് ലോകത്തുള്ള എല്ലാവരും പെരുന്നാളാക്കുകയാണെങ്കിൽ, വതൻഫദു അവാമിറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന ആ ഭരണാധികാരികൾ നടപ്പാക്കുകയാണെങ്കിൽ, ആ റുയ്യത്തു ബി ഷഹാദത്തി ശുഹൂദി ലാൽ ഹിസാബി, ഗോളശാസ്ത്ര കണക്കുകൊണ്ടല്ലാതെ കണ്ണുകൊണ്ട് കാഴ്ച കൊണ്ട് സ്ഥിരപ്പെട്ട
കാഴ്ച അനുസരിച്ച് നോമ്പ് പെരുന്നാൾ ആക്കുകയാണെങ്കിൽ ഫലാ ബൈസ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായ എല്ലാവർക്കും ഒരൊറ്റ പെരുന്നാൾ നോമ്പ് ആകുന്നത് ഫലാ ബൈസ, കുഴപ്പമില്ലാത്തതാണ്. അതാ അഫ്ലൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ലൗ സാമു ജമിയാൻ, എല്ലാവരും ഒരുമിച്ച് നോമ്പെടുത്താൽ ബിറുയത്തിൻ വാഹിദ, ഒറ്റ കാഴ്ച കൊണ്ട് ഹാദാ അഫ്ലൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ലി ഉമൂമില്ലതില്ല, തെളിവുകൾ അങ്ങനെയാണ്, ആമായ പ്രയോഗമാണ് തെളിവുകളുള്ളത്, എല്ലാവരോടും ബാധകമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ഏതോ പ്രദേശക്കാർക്കല്ല. ലാക്കിൻ, എന്നാൽ ഇതാലം യതയസ്സർ ദാലിക, അതിന് കഴിയുന്നില്ല നിൽക്കുക. ഒരു കാഴ്ച കൊണ്ട്, സൗദി അറേബ്യയിലെ കാഴ്ച കൊണ്ട് എല്ലാവർക്കും ലോകത്ത് ആ കാഴ്ചയുടെ വിവരം എല്ലാവർക്കും ഒരേപോലെ എത്തിയില്ല എന്ന് വെക്കുക. അപ്പം എന്ത് ചെയ്യും? ഫതബാഅത്തിൽ അഖാലിമും, ഇഖ്ലീമുകൾ നാടുകൾ, വതബാഅത്തിൽ ബിലാദു, അതുപോലെ തന്നെ ബിലാദുകളും ഇഖ്ലീമുകളും വളരെ അകലെയുള്ളതാണ് എങ്കിൽ വസാമ കുല്ലു അഹ്ലി ബലദിൻ ബിറുയത്തിഹിം, അപ്പം എന്ത് ചെയ്യാം? ഓരോ നാട്ടുകാരും ആ നാട്ടുകാരുടെ കാഴ്ച അനുസരിച്ച് നോമ്പെടുക്കാം. ഫലാ ബൈസ, അതുകൊണ്ട് കുഴപ്പമില്ല. ഹാദാ അർറാജിഹു ഇൻദ ജമീഅൻ മിൻ അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിൽപ്പെട്ടവരായ മഹാഭൂരിപക്ഷത്തിൻ്റെയും റാജിഹായ അഭിപ്രായം ഇതാണ്. ഏത്? ഒരു കാഴ്ച ഉണ്ടായി, ആ കാഴ്ചയുടെ വിവരം എത്തുന്നില്ല എങ്കിൽ എത്താത്ത നാട്ടുകാർക്ക് ആ നാട്ടുകാരുടെ കാഴ്ച എടുക്കാം എന്നതാണ് ഭൂരിപക്ഷം ഉലമാക്കന്മാരുടെയും റാജിഹായ അഭിപ്രായം. എവിടെയെങ്കിലും ഇബ്നു ബാസ് പ്രാദേശിക കാഴ്ചയാണ് വേണ്ടത് എന്ന് പറഞ്ഞോ? ചോറ് നിന്ന് ആർക്കെങ്കിലും മനസ്സിലാകുമോ അങ്ങനെയാണ് പറഞ്ഞതെന്ന്? അപ്പോൾ ഒരു ചോദ്യം എന്താണോ, ചോദ്യത്തിനുള്ള മറുപടി എന്താണോ, അതിൽ നിന്നാണ് പറഞ്ഞ വ്യക്തിയുടെ നിലപാടും അഭിപ്രായവും എന്താണെന്ന് മനസ്സിലാകേണ്ടത്. ഇപ്പോൾ ഇബ്നു ബാസ് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് ചോറ് തിന്നുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലായിട്ടുണ്ടാവും.